12-ാം അധ്യായം അതിന്റെ 10-ാം അധ്യായത്തിന്റെ 12-13 വാക്യം. നീതിയിൽ വിതപ്പിൻ, അവൻ ദയയ്ക്ക് ഒത്തവണ്ണം കൊയ്യുവിൻ. നിങ്ങളുടെ തരിശുനിലം ഉഴുതുവിൻ. അവൻ യഹോവ നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാനുള്ള കാലം. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ നീതിയുടെ വർഷം നമ്മുടെ മേൽ ആകേണ്ടതിന് അവനെ അന്വേഷിപ്പാനുള്ള ഒരു കാലമായിട്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ തലകളെ വടക്കാം. ഇന്ന് പകൽക്കാലം നമ്മെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. പാപത്തിന്റെ കൊയ്ത്ത് യഹൂദിയോട് പറയുന്ന യഹൂദിയരെ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. യഹൂദിയുടെ പാപം ഇരുമ്പെഴുത്താണുകൊണ്ട് വചനത്തിന്റെ മുന കൊണ്ട് ആമേൻ, ഹല്ലേലൂയ, എഴുതി വെച്ചിരിക്കുകയാ. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ആമേൻ, പുറത്തു നിന്ന് നല്ല വഴിയിൽ കൊണ്ടുവന്ന് 12-ാം അധ്യായം അതിന്റെ 10-ാം അധ്യായത്തിന്റെ 12-13 വാക്യം. നീതിയിൽ വിതപ്പിൻ, അവൻ ദയയ്ക്ക് ഒത്തവണ്ണം കൊയ്യുവിൻ. നിങ്ങളുടെ തരിശുനിലം ഉഴുതുവിൻ. അവൻ യഹോവ നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാനുള്ള കാലം. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ നീതിയുടെ വർഷം നമ്മുടെ മേൽ ആകേണ്ടതിന് അവനെ അന്വേഷിപ്പാനുള്ള ഒരു കാലമായിട്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ തലകളെ വടക്കാം. ഇന്ന് പകൽക്കാലം നമ്മെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. പാപത്തിന്റെ കൊയ്ത്ത് യഹൂദിയോട് പറയുന്ന യഹൂദിയരെ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. യഹൂദിയുടെ പാപം ഇരുമ്പെഴുത്താണുകൊണ്ട് വചനത്തിന്റെ മുന കൊണ്ട് ആമേൻ, ഹല്ലേലൂയ, എഴുതി വെച്ചിരിക്കുകയാ. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ആമേൻ, പുറത്തു നിന്ന് നല്ല വഴിയിൽ കൊണ്ടുവന്ന് 12-ാം അധ്യായം അതിന്റെ 10-ാം അധ്യായത്തിന്റെ 12-13 വാക്യം. നീതിയിൽ വിതപ്പിൻ, അവൻ ദയയ്ക്ക് ഒത്തവണ്ണം കൊയ്യുവിൻ. നിങ്ങളുടെ തരിശുനിലം ഉഴുതുവിൻ. അവൻ യഹോവ നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാനുള്ള കാലം. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ നീതിയുടെ വർഷം